ഹായ് കൂട്ടുകാരെ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പ്രഭാതിൻ്റെ ഗർഗഹാനിയല്ലേ പഠിച്ചത്? കഥ മനസ്സിലായോ നിങ്ങൾക്ക്? ഫർഹാദിനെയും ചുബക്കലിയെയും കേന്ദ്ര കഥാപാത്രമാക്കി കഥാകൃത്ത് മനോഹരമായ ഒരു കഥ നമ്മളോട് പറഞ്ഞു. എന്താണ് അതിലൂടെ പ്രഭാത് നമ്മളോട് പറയാൻ ആഗ്രഹിച്ചത്? ഈ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും തുല്യ അധികാരത്തോടു കൂടിയിട്ട് അവകാശത്തോടു കൂടിയിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് മനുഷ്യരൊഴികെ മറ്റെല്ലാ ജീവജാലങ്ങളും കൃത്യമായി ജീവിക്കുന്നുണ്ട്, അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നുണ്ട് എന്ന് പ്രഭാത് നമ്മളോട് ചുബക്കലിയിലൂടെയും ഫർഹാദിലൂടെയും നമ്മളെ പഠിപ്പിക്കുകയാണ്. കഥ പറയുന്നതിനിടയിൽ നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ മറന്നു പോകരുത്. ഈ ഭാഗത്ത് ഒരുപാട് പഠന പ്രവർത്തനങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. പരീക്ഷയ്ക്കായിട്ടുള്ള പഠന പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ഓരോ വീഡിയോയിലൂടെയും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. ഇന്ന് ഞാൻ ഈ കഥയുടെ ചുരുക്കം 8 വരികളിലായിട്ട് നിങ്ങളോട് പറയുകയാണ്. ഖുശി കെ സാത്ത് ഫർഹാദ് കെ നയേ ഘർ ജാ രഹാ ഹെ. ചുബക്കലി വളരെ സന്തോഷവാനായിട്ട് ഫർഹാദിൻ്റെ പുതിയ വീട്ടിലേക്ക് പോവുകയാണ്. ഉസ്കെ പഹലെ കുച്ച് ദിനോം കെ ലിയെ വഹ് ഫർഹാദ് സെ ബിച്ചുട്ട് കർ കിസി ശാന്തിദാസ് കെ ഘർ മേ രഹി ഥി. അതിനു മുന്നേ ചുബക്കലി ഫർഹാദിൽ നിന്നും അകന്ന് കുറച്ച് ദിവസത്തേക്ക് ഏതോ ശാന്തിദാസിൻ്റെ വീട്ടിൽ ആയിരുന്നു. ജോ ഉസ്കെ ജീവൻ കെ സബ്സെ ബുരാ വക്ത് ഥാ. അത് അവൻ്റെ ചുബക്കലിയുടെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ദിവസമായിരുന്നു. ഗർക്കി മകടി മക്കി ചീണ്ടി തത്തയ്യ ജൈസെ അനേകവും ജീവ് ഉസ്കെ ഘർ കോ സ്വർഗ് ജൈസെ അനുഭവ് കർത്തേ ഹേ. അവൻ്റെ വീട്ടിലെ ഫർഹാദിൻ്റെ വീട്ടിലെ ചിലന്തിയും മക്കി ഈച്ച, ചീണ്ടി ഉറുമ്പ്, തത്തയ്യ കടന്നൽ, ഇവരെല്ലാവരും അവൻ്റെ വീടിനെ സ്വർഗതുല്യമായിട്ടാണ് അനുഭവിച്ചറിയുന്നത്. വഹ് സോച്ചിത്താകെ ഫർഹാദ് ചിന്തിക്കുകയാണ്, ഹർ ജീവൻ അൽമോൽ ഹെ. ഓരോ ജീവനും വിലമതിച്ചതാണ്. ഫർഹാദ് കാ വ്യക്തിത്വം അനോഖാ ഹെ. ഫർഹാദിൻ്റെ വ്യക്തിത്വം വളരെ വിചിത്രമാണ്. ഹരേ മേണ്ടവ് കോ ഹാത്തുമേം ലേക്കർ സുബഹ് ബാഹർ സൈർ കെ ലിയെ നികൽനെ വാല ഫർഹാദ് ഇസ് കഹാനി കാ സുന്ദർ ദൃശ്യ ഹേ. പച്ചത്തവളയെ കയ്യിലെടുത്തുകൊണ്ട് പ്രഭാതത്തിൽ ചുറ്റാൻ വേണ്ടി ഇറങ്ങാൻ ശ്രമിക്കുന്ന ഫർഹാദിൻ്റെ കഥ ഈ കഥയുടെ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യം തന്നെയാണ്. അന്തിമ മേം ഫർഹാദ് ചുബക്കലി കോ ആയിനെ മേം ദേഖാ ഹേ. അവസാനം ഫർഹാദ് തൻ്റെ സുഹൃത്തായ ചുബക്കലിയെ കണ്ണാടിയിൽ കാണുന്നു. അങ്ങനെ ഫർഹാദിൻ്റെ പുതിയ വീട്ടിലേക്ക് പുതിയ അതിഥിയായിട്ട് ആരുമെത്തി? ചുബക്കലിയും എത്തി.